എന്നാലും ആ 14 seconds ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല രീതിയിലുള്ള പുഷ് എനിക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. യെസ്, ഓട്ടോമാറ്റിക്കലി നമ്മുടെ വണ്ടി ബ്രേക്ക് ആവുന്നുണ്ട്. ബാക്കിലെ സീറ്റ്സ് ക്രെറ്റയിൽ നിങ്ങൾക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിരിക്കും. ബോസ് മോഡ് സംഭവം വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു ക്വിക്ക് ഓവർടേക്ക് ചെയ്ത് നോക്കട്ടെ. ഹായ് എല്ലാവർക്കും നമസ്കാരം. എന്തെങ്കിലും വിശേഷം? നമ്മൾ നോക്കിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ മിഡ് സൈസ് SUV സെഗ്മെന്റിലെ ദ ബെസ്റ്റ് സെല്ലിംഗ് കാറായ ഹ്യുണ്ടായി ക്രെറ്റ. ടോപ്പ് ആൻഡ് SXO IVT വേരിയന്റ് ആണ്. അതിന്റെ തന്നെ കിങ് എന്ന് പറയുന്ന എഡിഷനാണ് ഈ ഒരു വണ്ടി. ശരിക്കും 2025 ഈ കിങ് എന്ന് പറഞ്ഞ വേരിയന്റ് ഇവർ ഇറക്കുന്നത്. അതിലിപ്പോൾ നമ്മൾ 18 ഇഞ്ച് വീൽസ് വന്നു, പിന്നെ ഇൻബിൽഡ് ആയിട്ട് ഡാഷ് ക്യാം വന്നു, കുറച്ചും കൂടി ഒന്ന് ബ്ലാക്ക് ഔട്ട് ടച്ചസ് ഒക്കെ വന്നിട്ടുണ്ട് കമ്പയർഡ് ടു ദ നോർമൽ ക്രെറ്റ. ശരിക്കും നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹ്യുണ്ടായിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് കാർ ക്രെറ്റ തന്നെയാണ്. നമ്മൾ 2015 ഇത് ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ സാൻഡ്രോ i10 i20 ഒക്കെ ആയിരുന്നു ബെസ്റ്റ് സെല്ലിംഗ്. ശരിക്കും ഇത് സെക്കൻഡ് ജനറേഷൻ വണ്ടിയാണ് നമ്മുടെ ഈ ക്രെറ്റ. 2024 ഈ ഒരു ഡിസൈൻ വന്നത്. ക്രെറ്റയിൽ നാച്ചുറലി ആസ്പിറേറ്റഡ് മാനുവൽ ആണ് ദ ബെസ്റ്റ് സെല്ലിംഗ്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഈ ഒരു ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ CVT വേരിയന്റ്. DCT മോഡൽസ് ഒക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പെട്രോൾ എടുത്ത് നോക്കുമ്പോൾ അറൗണ്ട് ഒരു 17 ലക്ഷം ഓൺ റോഡിനാണ് നമ്മുടെ CVT സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്പെസിഫിക് വേരിയന്റിന് പ്രൈസ് വന്നിട്ട് അറൗണ്ട് ഒരു 23 lakhs ആണ്. മാനുവലിനേക്കാളും ശരിക്കും ഒരു 2 lakhs കൂടുതലാണ് നമ്മുടെ ഓട്ടോമാറ്റിക്കിന് വരുന്നത്. സോ ആ ഒരു പ്രൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ റിവൽസ് ആയ നമ്മുടെ സെൽറ്റോസ്, കുഷാക്, ടൈഗോന്റെ ഒക്കെ ടോപ്പ് വേരിയൻസ് കിട്ടും. പിന്നെ നമ്മൾ ഇന്നോവ ഹൈക്രോസ്, പിന്നെ XUV 7X ഒക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിലുണ്ട്. സോ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ക്രെറ്റ ചൂസ് ചെയ്യണോ? പിന്നെ ക്രെറ്റയിൽ തന്നെ ഈ ഒരു IVT വേരിയന്റ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണോ നോക്കാം. ആൻഡ് ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ കീ വന്നേക്കുന്നത്. ഹ്യുണ്ടായുടെ ഒരു നീറ്റ് കീ, ഫിനിഷ്ഡ് ഇൻ ബ്രൗൺ. ഇതിൽ ഇപ്പോൾ നമ്മുടെ ലോക്ക് ഉണ്ട് ആൻഡ് അൺലോക്ക്. പിന്നെ നമുക്കിത് കുറച്ച് നേരം ഹോൾഡ് ചെയ്താൽ നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടായി വന്നിട്ടുണ്ട് നമ്മുടെ ക്യാബിനൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഓഫ് ആക്കണമെങ്കിൽ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺലോക്ക് ആക്കി വെക്കാം. ഇതിൻ്റെ താഴെ തന്നെ നമുക്ക് ബൂട്ട് ഓപ്പൺ ആക്കാനുള്ള ഒരു ബട്ടൺ കൂടി ഉണ്ട്. സൈഡിലൊക്കെ കുറച്ച് ക്രോം ടച്ചസ് ഒക്കെ. ആൻഡ് ഇനി സ്ട്രൈറ്റ് അവേ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രസ് ചെയ്തു, മെല്ലെ ഒന്ന് വലിച്ചാൽ മതി. അറൗണ്ട് 433 liters ഓഫ് ബൂട്ട് സ്പേസ് ഉണ്ട് നമ്മുടെ ക്രെറ്റയ്ക്ക്. സെഗ്മെന്റിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബൂട്ട് സ്പേസ് ആണ്. നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. ആൻഡ് ഒരു വലിയ പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കൊളുത്തിയൊക്കെ വെക്കാം. ഇവിടെയൊക്കെ ആയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തുറന്നാൽ നമുക്ക് സ്പെയർ ടയർ കാണാം. അതിൻ്റെ കൂടെ ടൂൾസും. അടച്ചാൽ നമ്മുടെ റിഫ്ലക്ടറൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സബ്വൂഫർ റൈറ്റ് ഹിയർ, ഇവിടെ കുറച്ച് സ്പേസും ഇവിടെ കുറച്ച് സ്പേസും. നമ്മുടെ ബൂട്ട് ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് അടയ്ക്കാം. റിക്വസ്റ്റ് സെൻസർ വന്നിട്ടുണ്ട്. നമ്മുടെ ഡോർ ഹാൻഡിൽസ് പുൾ ഔട്ട് ടൈപ്പാണ്. ക്രോം ടച്ചസ് ഒക്കെ കാണാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ വണ്ടി അൺലോക്കായി. ആൻഡ് ഇനി നമുക്ക് നല്ല കയറാം. കീ കയ്യിൽ വെച്ചാൽ മതി. ഇത് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്കിൽ കാല് വെച്ച് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ അമർത്തി നമ്മുടെ അനിമേഷൻസ് ഒക്കെ നമ്മുടെ ക്ലസ്റ്ററിലും നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റും ജസ്റ്റ് ഒന്ന് ഓണായി വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും AC ഇപ്പോൾ തന്നെ ഒന്ന് ഓട്ടോയിലിട്ട് വെക്കാം. നല്ല രീതിയിൽ ചൂടുണ്ട്. ക്യാബിന് അത്യാവശ്യം നല്ല രീതിയിൽ സൈലൻ്റ് ആണ്. ഇതിപ്പോൾ ACയുടെ ആ ഒരു ബ്ലോറിൻ്റെ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ. എഞ്ചിനുള്ള ആ ഒരു വൈബ്രേഷൻ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നതേ ഇല്ല. ഭയങ്കര സ്മൂത്താണ്. ഓൺ ആയതുപോലും ശരിക്കും അറിയുന്നില്ല. ഇനി എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് എഞ്ചിൻ ബേ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ലിവർ വന്നേക്കുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ 1.5 liter 4 cylinder നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ. പുട്ടിംഗ് ഔട്ട് അറൗണ്ട് 114 bhp at 4000 RPM ആൻഡ് അറൗണ്ട് 250 Nm ഓഫ് ടോർക്ക് at 1500 RPM. നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനിലെ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് പവർ ടു വെയിറ്റ് റേഷ്യോ തരുന്നത് നമ്മുടെ എലവേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് വരുന്നതാണ് ശരിക്കും ഈ ഒരു ക്രെറ്റ. ഇനി നമുക്ക് ഓടിച്ച് നോക്കാം ഈ ഒരു വണ്ടി ഓഫ് ദ ലൈൻ എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ടെന്ന്. അത്യാവശ്യം സൈലന്റ് ആണ് ഈ ഒരു എഞ്ചിൻ. നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ആൻഡ് നമ്മുടെ ഇൻസുലേഷനൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രൈറ്റ് അവേ ഇതൊന്ന് അടയ്ക്കാം. ഇതിൻ്റെ സ്പേസ് ഒക്കെ എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് പാസഞ്ചറിനും നമ്മുടെ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ റിക്ലൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒക്കെ നമുക്ക് ഇലക്ട്രിക്കൽ ഇപ്പോൾ ചെയ്യാം. നല്ല രീതിയിലൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കൈയൊക്കെ വെച്ച് നൈസായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. സീറ്റ്സ് ഒക്കെ അത്യാവശ്യം കുഷൻ ഉണ്ട്. അത്യാവശ്യം വൈഡും കൂടെയാണ്. ഇനി നമുക്ക് സ്ട്രൈറ്റ് അവേ ഈ ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് ബാക്കിലുള്ള സ്പേസ് എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ആയിട്ട് നമ്മുടെ മിറേഴ്സ് ഒക്കെ കാണാം. ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല നൈസാണ്. ലൈറ്റ്സ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. പാസഞ്ചർ വിൻഡോ ഒന്നും വൺ ടച്ച് ഓപ്പറബിൾ അല്ല. ഇവിടെ കുറച്ച് കോയിൻ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ. ഡോർ ഹാൻഡിൽസിൻ്റെ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൊള്ളാം. ആൻഡ് ബാക്കിലെ സ്പേസ് ഇസ് സോ നൈസ്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും നല്ല രീതിയിലുള്ള സ്പേസ് ബാക്കിലുണ്ട്. എനിക്ക് നല്ല രീതിയിൽ അപ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇതാണ് എൻ്റെ ഹെഡ് റൂം വന്നേക്കുന്നത്. തലയൊന്നും മുകളിൽ തട്ടുന്നില്ല. ഐ എം 5'11". അത്യാവശ്യം നൈസായിട്ട് അപ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും ഒരു നല്ലൊരു റൂമി ഫീലിംഗ് നമ്മുടെ ക്രെറ്റയിൽ ബാക്ക് സീറ്റിൽ ശരിക്കും ഉണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ട്രേ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് സീറ്റ് പോക്കറ്റ്സ് കാണാം. ഇവിടെയും ട്രേ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സീറ്റ് പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ നൈസ് ടച്ച് ഇൻ ദ സെഗ്മെൻറ്റ്. ഇവിടെയായിട്ട് നമ്മുടെ ഗ്രാബ് ബാർ കാണാം. അതിൻ്റെ കൂടെ റീഡിംഗ് ലൈറ്റ്സ് ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തായിട്ടും റീഡിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ റിയർ എയർവെൻസ് കാണാം. ഇവിടെ കുറച്ച് നമ്മുടെ ഫോണൊക്കെ വെക്കാനുള്ള സ്പേസ്, ക്രോം ടച്ചസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 Type-C പോർട്ടും ഫാസ്റ്റ് ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഒരു ബിഗ് ആംറസ്റ്റ് തന്നെയാണ്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത്ര ഫ്ലംസി ഒന്നുമല്ല. നല്ല നൈസായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ബാക്കിലെ സീറ്റ്സ് ക്രെറ്റയിൽ നിങ്ങൾക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇരിക്കാം. ഷോർട്ടായ ആൾക്കാരാണെങ്കിലും ലോങ് ആയ ആൾക്കാരാണെങ്കിലും. ഇവിടെയായിട്ട് നമുക്ക് ഒരു ഷെയ്ഡും വന്നിട്ടുണ്ട്. നമുക്ക് ഇൻബിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് വെക്കേണ്ട കാര്യമില്ല. ഇതുള്ളതുകൊണ്ട്
കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഈ ഒരു ചൂട് സമയത്തൊക്കെ വെയിൽ ഉള്ളോട്ട് കയറാണ്ടിരിക്കാൻ ഇറ്റ് റിയലി ഹെൽപ്സ്. 2 സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി സ്ട്രേറ്റ് അവേ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങാം. ഇവിടെ ആയിട്ടും ഒരു കപ്പ് ഹോൾഡർ ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ലിറ്റിൽ ബിറ്റ് ക്രോം ടച്ചസ് ആൻഡ് ഓൾ ഹിയർ. ഇവിടെ കുറച്ച് കോയിൻ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ട് തന്നെ ഉണ്ട്. നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട് ശരിക്കും എനിക്ക് ക്യാബിനിൽ. ഇവിടെ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ നമ്മുടെ സീറ്റിന്റെ സ്പ്ലിറ്റ് വന്നേക്കുന്നത് 60-40 ആണ്. അത് രണ്ടും കൂടെ മടക്കിയാൽ നമുക്ക് ഈ ഒരു ബിഗ് സ്പേസ് തന്നെ വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. സീറ്റ്സ് ഒക്കെ വന്നേക്കുന്നത് ലെതററ്റാണ്. കുറച്ച് അഴുക്കൊക്കെ പിടിക്കുന്ന രീതിയിലുള്ള ഒരു വൈറ്റ് ഫിനിഷിലാണ് വന്നേക്കുന്നത്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ കുഴപ്പമില്ല. ഇവിടെ ഏറ്റവും നമ്മുടെ സീറ്റ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കാണാം. 8-way പവർ അഡ്ജസ്റ്റബിൾ ആണ്. എല്ലാ പരിപാടികളും മൊത്തം നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് ടച്ച്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫ്യൂൽ ഓപ്പണിങ്ങിന്റെ ലിവറൊക്കെ വന്നേക്കുന്നത്. കയറിയിരിക്കാം. ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ഞാൻ എന്തായാലും ക്യാമറ ഒന്ന് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. സൂപ്പർ വ്യൂ ഒന്ന് വൈഡ് ആക്കി. ഈ ഒരു POV എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഈ ഒരു ഭാഗത്തെ ഷോർട്സ് ഒക്കെ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇനി മൊത്തം POVയും ഈ ഒരു ആംഗിളിലും വേണമെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ബട്ടൺസ് ഒക്കെ നല്ല നീറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മിറേഴ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. പിന്നെ നമുക്ക് ഫോൾഡ് ആൻഡ് അൺഫോൾഡും വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് അമർത്തിയാൽ നമ്മുടെ മിറേഴ്സ് ഫോൾഡിങ് അൺഫോൾഡിങ് ഒക്കെ കാണാം. ഡ്രൈവർ വിൻഡോ വൺ ടച്ച് ഓപ്പറബിൾ ആണ്. ഇത് ജസ്റ്റ് ഒന്ന് മുകളിലോട്ടാക്കി നോക്കട്ടെ. യെസ്, മുകളിലോട്ടും വൺ ടച്ച് ഓപ്പറബിൾ ആണ് വന്നിരിക്കുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് വിൻഡോസ് ഹിയർ. ഈ ഒരു സംഭവം ഇപ്പോൾ ക്രെറ്റ കിങ്ങിൽ മാത്രം വന്ന സംഭവമാണെന്ന് തോന്നുന്നു. ഞാൻ മുന്നേയുള്ള ക്രെറ്റയിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ മെമ്മറി സീറ്റ്സ് ഫംഗ്ഷൻ ഇപ്പോൾ 1 അമർത്തി കഴിഞ്ഞാൽ ഞാൻ തന്നെ വേറെ ആരോ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച ഒരു സീറ്റിന്റെ പൊസിഷനിലോട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. ജസ്റ്റ് ഒന്ന് 2 അമർത്തി നോക്കാം. ഇതും വേറെ ആരോ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് മെമ്മറി സീറ്റ് ഫംഗ്ഷൻ നമുക്കായിട്ട് പേഴ്സണലൈസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ബാക്കിലോട്ടാവട്ടെ. ഞാൻ നല്ല രീതിയിൽ ഫ്രണ്ടിലോട്ടായി ഈ 2 ബട്ടൺ അമർത്തിയപ്പോഴത്തേക്കും. ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ഹോണൊക്കെ വന്നേക്കുന്നത്. ടിപ്പിക്കൽ നമ്മുടെ ക്രെറ്റയുടെ ഹോണൊക്കെ. പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് പ്ലസ് ആൻഡ് മൈനസ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ഓട്ടോ ഹെഡ് ലാംപ്സ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ സൗണ്ട് ഒക്കെ വന്നേക്കുന്നത്. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വിഷ്വല് വന്നിട്ടുണ്ട്. വൈപ്പേഴ്സ് റെയിൻ സെൻസിങ് അല്ല, നമുക്ക് ബാക്കിലും വൈപ്പേഴ്സ് വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ് എടുക്കുകയാണെങ്കിൽ ടിൽറ്റും വന്നിട്ടുണ്ട്, ടെലിസ്കോപ്പിംഗ് വന്നിട്ടുണ്ട്. നൈസായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ക്രൂസ് കൺട്രോളിന്റെ ബട്ടൺ, പിന്നെ അഡാസിന്റെ ബട്ടൺസ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അതൊക്കെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് കോമ്പസ് ഉണ്ട്, ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം, പിന്നെ ഇത് അഡാസിന്റെ നമ്മളെ ആ വിഷ്വലാണ്. പിന്നെ നമ്മുടെ ഡ്രൈവ് ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അത് ടോഗിൾ ചെയ്യാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് താഴോട്ടാക്കി കൊടുത്താൽ നമുക്ക് സിൻസ് റീഫ്യൂലിംഗ് എത്ര നേരമായി, പിന്നെ നമ്മുടെ ഡിജിറ്റൽ സ്പീഡോമീറ്റർ ഉണ്ട്, പിന്നെ നമ്മുടെ റേഞ്ച് ഉണ്ട്, ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ, ആ പരിപാടികളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഓഡിയോ കൺട്രോൾസ് ഒക്കെ, മോഡ് മാറ്റാനുള്ളത്, നമ്മുടെ വോളിയം കൺട്രോൾസ് ഒക്കെ, പിന്നെ ഇത് സീക്കാനുള്ളത്, ആസ് യൂഷ്വൽ ബട്ടൺസ് ഒക്കെ, കോൾ കൺട്രോൾസ് ഫേവറേറ്റ് ആക്കാനുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് അമർത്തി പിടിച്ചാൽ ഓപ്പൺ സൺറൂഫ്. നല്ല ബിഗ് പാനറോമിക് സൺറൂഫ് തന്നെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. സൺറൂഫ് ലവേഴ്സിനൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും ഈ ഒരു കാർ. അത്യാവശ്യം നല്ല വൈഡ് പാനറോമിക് സൺറൂഫ് തന്നെയാണ്. ആൻഡ് നമുക്ക് ഒന്നും കൂടെ പറയാം, ക്ലോസ് സൺറൂഫ്. അപ്പോൾ വോയിസ് അസിസ്റ്റഡ് ആണ് നമ്മുടെ സൺറൂഫും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം കുറേ വോയിസ് അസിസ്റ്റൻറ്റ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇതിൽ. പ്ലേ FM എന്നൊക്കെ പറഞ്ഞാൽ ഇത് FM ഒക്കെ പ്ലേ ചെയ്യും. ആസ് യൂഷ്വൽ നമ്മൾ ഹ്യുണ്ടായി ബാക്കിയുള്ള ഹ്യുണ്ടായി കാറിലൊക്കെ കാണുന്ന പോലെ തന്നെ. ടച്ച് റെസ്പോൺസ് ഒക്കെ നല്ല രീതിയിൽ സ്മൂത്ത് ആണ്. ഇതിലിപ്പോഴും വയർലെസ് കണക്ടിവിറ്റി കൊടുത്തിട്ടില്ല. വയർഡ് ആയിട്ടാണ് നമ്മൾ i20 ലൈനിൽ കണ്ട പോലെ ഇവിടെ ഒരു USB കേബിൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഒക്കെ ആക്സസ് ചെയ്യേണ്ടത്. എൻ്റെ കേബിൾ ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ റേഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത് 4 സ്പീക്കേഴ്സ്, 2 ട്വീറ്റേഴ്സ്, 1 സെൻട്രൽ സ്പീക്കർ ആൻഡ് ഒരു സബ് വൂഫർ ആണ് വന്നിരിക്കുന്നത്. 8 സ്പീക്കർ സിസ്റ്റമാണ് ബോസിന്റെ. അപ്പോൾ നമുക്ക് സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ മ്യൂട്ടിലിടുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് കോപ്പിറൈറ്റ് അടിക്കും. എന്തായാലും എനിക്ക് പേഴ്സണലി നല്ല ഇമ്മേഴ്സീവായി തോന്നി. നമ്മുടെ ഓഡിയോ സിസ്റ്റം ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബാസ് തോന്നുന്നുണ്ട്. ഓഡിയോ ക്വാളിറ്റി എന്തായാലും നൈസാണ്. താഴോട്ടേക്ക് എടുത്താൽ നമ്മുടെ HVAC കൺട്രോൾസും നമ്മുടെ ഓഡിയോ കൺട്രോൾസും ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ഒക്കെ ചെറിയ ചെറിയ ബട്ടൺസ് പോലെയാണ് കൊടുത്തേക്കുന്നത്. ഇത് മാപ്പ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഹ്യുണ്ടായുടെ ഇൻബിൽറ്റ് മാപ്പ് ഒക്കെ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾസ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്യാം. അതിന്റെ ഇൻഡിക്കേഷൻ ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണ് വന്നിരിക്കുന്നത്. ആ ഒരു ഭാഗത്തെയും ഈ ഒരു ഭാഗത്തെയും ടെമ്പറേച്ചർ നമുക്ക് മാറ്റി കൊടുക്കാം. ട്യൂണിങ്ങിന്റെ ബട്ടൺ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. വോളിയം കൺട്രോൾസും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്യാം. ഫാൻ സ്പീഡ് ഈ ഒരു ഭാഗത്തായിട്ട് കൂട്ടാം. എയർ ഫ്ലോന്റെ ഡയറക്ഷൻ മാറ്റാം. AC ഓൺ ആക്കാം, ഓഫ് ആക്കാം, ഓട്ടോയിലിടാം. ഫ്രണ്ട് ഡിഫോഗർ, റിയർ ഡിഫോഗർ, പിന്നെ റീസർക്കുലേഷൻ, പിന്നെ സിങ്ക് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓവറോൾ ഉള്ള ക്യാബിനിലുള്ള ക്ലൈമറ്റ് കൺട്രോൾ ഒരേപോലെ ആയിരിക്കും. ഈ സിങ്ക് ബട്ടൺ അമർത്തിയാൽ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ഒരു 12 വോൾട്ടിന്റെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു USB പോർട്ട്, ഇവിടെ ഒരു Type-C പോർട്ടും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വയർലെസ് ചാർജിങ്ങിന്റെ ഒരു സ്പേസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ 6 സ്പീഡ് CVT ഗിയർ ബോക്സ്. ഇതിപ്പോൾ നമ്മൾ റിവേഴ്സിലിട്ടു. നമ്മുടെ ഗിയർ പിടിക്കാനൊക്കെ അത്യാവശ്യം കൊള്ളാം. റിവേഴ്സിലിടുമ്പോൾ തന്നെ നമ്മുടെ ക്യാമറ ക്വാളിറ്റിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നൈസാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ് ഈ 360 ക്യാമറയ്ക്ക് വന്നേക്കുന്നത്. ടച്ച് റെസ്പോൺസും അത്യാവശ്യം കൊള്ളാം. ലൈൻസും അഡാപ്റ്റീവ് ആണ്. അതിനനുസരിച്ചിട്ട് സ്റ്റിയറിംഗ് തിരിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ലൈൻസ് മാറുന്നുണ്ട്. S എന്നിട്ട സ്പോർട്ട് മോഡാണ്. നമുക്ക് വേണമെങ്കിൽ മാനുവൽ ഷിഫ്റ്റ്സും നമുക്ക് പ്ലസ് ആൻഡ് മൈനസ് ആയിട്ട് ഇതിൽ ചെയ്യാം. ആൻഡ് ഇപ്പോൾ തൽക്കാലം പാർക്കിൽ കിടക്കട്ടെ. ഡ്രൈവ് മോഡിന്റെ ബട്ടൺ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഇവിടെ നമുക്ക് അതിന്റെ ഇൻഡിക്കേഷൻ മാറുന്ന കാണാം. ഡ്രൈവ് ആൻഡ് ട്രാക്ഷൻ. ഇതിൽ ഡ്രൈവിൽ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ എക്കോ
നോർമൽ ആൻഡ് സ്പോർട്ട് മോഡ്, ഇങ്ങനെ 3 മോഡ് ഇതിൽ കാണാം. അതിൽ തന്നെ നമ്മുടെ ഡയലൊക്കെ നല്ല രീതിയിൽ മാറി വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോളും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ട്രാക്ഷനായി. നമുക്ക് അവിടെ തിരിച്ചാൽ സ്നോ, മഡ് ആൻഡ് സാൻഡ് എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. സാൻഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ വീല് കറങ്ങുന്ന രീതിയിൽ, സ്നോയിലാണെങ്കിൽ അത്യാവശ്യം വീല് ഓവർ കറങ്ങാണ്ട് സ്ലിപ്പില്ലാണ്ട് വരുന്ന രീതിയിലാണ് നമുക്ക് സ്നോയിലുള്ള പരിപാടികളൊക്കെ. ഇവിടെ ആയിട്ട് നമ്മുടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിന്റെ ബട്ടൺ കാണാം, ഓട്ടോ ഹോൾഡ് ബട്ടൺ, പിന്നെ ഡ്രൈവറിനുള്ള വെന്റിലേഷന്റെ സ്വിച്ച് നൈസായിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പാസഞ്ചർ വെന്റിലേഷനും ഈ ഒരു ഭാഗത്തായിട്ട്, അതിന്റെ സ്വിച്ച് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. 3 ലെവൽസ് ഓഫ് വെന്റിലേഷൻ ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കി ഇടാം. ഇത് അമർത്തിയാൽ നമ്മൾ നേരത്തെ കണ്ട ക്യാമറ വ്യൂസ് തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ കാണിച്ചു. ഇപ്പോൾ തൽക്കാലം ഓഫ് ആക്കി ഇടാം. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആംബ്രസ്റ്റ് അത്യാവശ്യം ഡീപ്പറാണ്, അത്യാവശ്യം വൈഡറാണ്, വലിയ കുഴപ്പമില്ല. സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് അടച്ചാൽ ഇത് നമുക്ക് ഫ്രണ്ടിലോട്ട് എക്സ്റ്റൻഡബിളും കൂടിയാണ്. ഈ ഒരു സാധനം ഞാൻ കണ്ടില്ല. ബോസ് മോഡ് സംഭവം വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ തന്നെ നമ്മുടെ പാസഞ്ചർ സീറ്റ് നമുക്ക് മുന്നോട്ടും ബാക്കോട്ടും എല്ലാ പരിപാടികളും നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. ഇവിടെ ഏറ്റെടുത്താൽ നമ്മുടെ ഗ്ലൗ ബോക്സ്, കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എയർ വെന്റ് ഒക്കെ കാണാം. അത്യാവശ്യം ഒരു മീഡിയം സ്പേസ്ഡ് ഗ്ലൗ ബോക്സ് ആണ്. ആൻഡ് ക്രെറ്റ കിങ് എടുത്തപ്പോഴത്തേക്കും ഒരു ഇൻബിൽഡ് ഡാഷ് ക്യാം വന്നിട്ടുണ്ട്. പവർ ബട്ടൺ, സ്റ്റാറ്റസിൻ്റെ ഡിസ്പ്ലേ ഒക്കെ എവിടെയാണ്? ഇതിൽ SD കാർഡ് ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. എനിക്ക് അറിയാൻ പാടില്ല ഇതിൻ്റെ ടോഗിളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. ഓട്ടോ ഡിമിംഗ് മിറേഴ്സ് ആണ് വന്നിട്ടുള്ളത്. നമ്മളെ ബ്ലൂ ലിങ്കിൻ്റെയും പിന്നെ SOSൻ്റെയും ബട്ടൺസ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ഇവിടെ നമുക്ക് ഒരു സൺഗ്ലാസ് ഹോൾഡർ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ലൈറ്റ്സ് ഈ ഒരു 2 ഭാഗത്തായിട്ട്. ഇത് നമ്മൾ സൺറൂഫ് തുറക്കാനുള്ള ബട്ടണാണ്. നമ്മൾ ഓൾറെഡി നമ്മൾ തുറക്കുന്നില്ല. ഡ്രൈവറിന് മിററൊന്നും വന്നിട്ടില്ല. നമുക്കങ്ങനെ അത് അടച്ചു വെക്കാം. വണ്ടി ഓടിക്കുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്റ്റീരിയറും കൂടെ ചെക്ക് ചെയ്തിട്ട് വരാം. ആൻഡ് ഫ്രണ്ടിലോട്ടൊക്കെ എടുത്താൽ നമ്മുടെ ഹെഡ്ലൈറ്റ് എല്ലാം വന്നിരിക്കുന്നത് ഓൾ LED സെറ്റപ്പാണ്. ഇവിടെ ആയിട്ട് നമുക്ക് LED സെറ്റപ്പ് ഒക്കെ കാണാം. ഇവിടെ നമ്മുടെ ബിഗ് ഹ്യുണ്ടായി ലോഗോ റൈറ്റ് ഹിയർ. ആൻഡ് നമ്മുടെ വലിയ ഗ്രിൽ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. നമ്മുടെ ക്യാമറ റൈറ്റ് ദർ. 18 ഇഞ്ച് വീൽസ് ആണ് കമ്പയർഡ് ടു ദ ഓൾഡ് 17 ഇഞ്ച് വീൽസ്. 215/55 R18 വീൽസ് ആണ്. നമ്മുടെ അലോയ്സ് വന്നിട്ട് മെഷീൻ കട്ടാണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുത്തേക്കുന്നത്. ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാണാം. റൂഫ് റൈൽസ് നോക്കുകയാണെങ്കിൽ ഫംഗ്ഷനിലല്ല, ജസ്റ്റ് ഒരു ഗിമ്മിക്കിന് വേണ്ടി കൊടുത്തതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഷാർക്ക് ആൻറ്റിനൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ആൻഡ് ബാക്കിലോട്ടൊക്കെ എടുത്താൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റാൻഡ്സ് ഉണ്ട് നമ്മുടെ ക്രെറ്റയ്ക്ക്. ഈ ഒരു കണക്റ്റഡ് സെറ്റപ്പ് എനിക്ക് പഴയ ആ ഒരു ക്രെറ്റേനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു ഡിസൈൻ നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടമാണ്. ഈ കണക്റ്റഡ് സെറ്റപ്പ് ആൻഡ് ഓൾ ലുക്സ് റിയലി ഗുഡ്. ഇവിടെ ആയിട്ട് നമ്മുടെ ഹ്യുണ്ടായുടെ ലോഗോ കാണാം. ഇവിടെ നമ്മുടെ കിങ് ബാഡ്ജിങ് റൈറ്റ് ഹിയർ. ഇവിടെ നമ്മുടെ ക്രെറ്റ എന്ന് എഴുതിയേക്കുന്നത് കാണാം. ഇവിടെയാണ് നമ്മുടെ റിവേഴ്സ് ലൈറ്റ് ഒക്കെ വന്നേക്കുന്നത്. സെൻസേഴ്സ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ക്യാമറയൊക്കെ. ആൻഡ് ക്രെറ്റയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ട് ഒരു 190 mm ഒക്കെയാണ്. സെഗ്മെന്റിലുള്ള ബാക്കിയുള്ള വണ്ടികളൊക്കെ വെച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് കുറവാണ്. അപ്പോൾ നല്ല രീതിയിൽ ലോഡൊക്കെ ക്യാരി ചെയ്തിട്ട് നമ്മൾ ഇതിൽ പോകുമ്പോൾ പൊട്ട റോഡും കൂടെ വന്നാൽ അടി തട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് എന്തായാലും ഇനി നമുക്ക് സ്ട്രെയിറ്റ് അവേ വണ്ടി ഓടിക്കാം. ആൻഡ് ഇപ്പോൾ പാർക്കിലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡീലിട്ടിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവ് മോഡ് ഇപ്പോൾ വന്നേക്കുന്നത് നോർമലിൽ തന്നെയാണ്. ആൻഡ് സ്ട്രെയിറ്റ് അവേ ലെറ്റ്സ് ഗോ. ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ ഫ്രം ദ ക്യാബിനിസ് നല്ല രീതിയിലുള്ളൊരു സ്പേസ് തോന്നുന്നുണ്ട്. നല്ല റൂമിയാണ് ശരിക്കും നമ്മുടെ ഈ ഒരു ഇൻറ്റീരിയർ. ഡ്രൈവറിന് നല്ല രീതിയിലുള്ളൊരു കംഫർട്ടബിൾ ഉണ്ട് സീറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ. ആൻഡ് ഈ ഒരു സ്പീഡ്സിലൊക്കെ ഗിയർ ഷിഫ്റ്റ് ഒന്നും നമുക്ക് അറിയുന്നേ ഇല്ല. നല്ല സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. 4 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വൈബ്രേഷനും നമ്മുടെ ക്യാബിൻ്റെ അകത്ത് അത്ര അറിയുന്നതേ ഇല്ല. സൗണ്ടും ഇല്ല. നല്ല സ്മൂത്ത് ആയിട്ടാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബ്രേക്കിന്ന് കാലെടുത്തു. ആൻഡ് ഓട്ടോമാറ്റിക്കലി ആണ് നമ്മുടെ വണ്ടി ഫ്രണ്ടിലോട്ട് പോകുന്നത്. ആക്സിലറേറ്ററിന് ഇപ്പോഴേ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിറ്റിയിലെ ക്രോൾ ട്രാഫിക്കിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു വണ്ടി നമുക്ക് നൈസായിട്ട് ഓടിച്ചുകൊണ്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്രെറ്റ മാനുവലാണ് ഏറ്റവും സെല്ലിങ്. അത് കഴിഞ്ഞ് ഒരു ഫാമിലിക്ക് നല്ല സിറ്റിയിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടൊക്കെ ഓടിച്ച് ഡെയിലി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി ഓട്ടോമാറ്റിക് തന്നെയാണ്. നമുക്ക് ഹൈവേയിലൊക്കെ എത്തിയിട്ട് ഇതിൻ്റെ പെർഫോമൻസ് ആസ്പെക്റ്റും കൂടെ ജസ്റ്റ് നമുക്ക് നോക്കാം. നമുക്ക് റൈറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ക്യാമറയിലുള്ള വ്യൂസ് നമ്മുടെ കൺസോളിൽ വന്നിട്ടുണ്ട്. കുറേ കാലമായിട്ടുള്ള ഫീച്ചർ തന്നെയാണ് നമ്മുടെ ഹ്യുണ്ടായിലെ. സ്ട്രൈറ്റ് അവേ നമുക്ക് ക്രൂസ് കൺട്രോൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 44 km/h ആണുള്ളത്. അഡാപ്റ്റീവും കൂടെയാണ്. അതുകൊണ്ട് ഫ്രണ്ടിലുള്ള വണ്ടിക്ക് അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്തിട്ടാണ് ക്രൂസ് കൺട്രോൾ ആക്ടിവേറ്റ് ആവുന്നത്. ഇപ്പോൾ എൻ്റെ കാല് ഞാൻ എവിടെയും വെച്ചിട്ടില്ല, ബ്രേക്കിലോ ആക്സിലേറ്ററിലൊന്നും വെച്ചിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് മെല്ലെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു വണ്ടിയുടെ ബ്രേക്കിംഗ് അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വണ്ടി ബ്രേക്ക് ആവുന്നുണ്ട്. ഞാൻ എവിടെയും കാല് വെച്ചിട്ടില്ല. ബ്രേക്കിംഗ് എല്ലാം ഓട്ടോമാറ്റിക്കാണ്. പിന്നെ ഇത് റിയൽ വേൾഡ് കണ്ടീഷൻസിൽ അത്ര നമ്മൾ ഉപയോഗിക്കരുത്. ഇത് ഞാൻ ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടി കാണിച്ചതേ ഉള്ളൂ. എന്നാലും നല്ല രീതിയിൽ അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കാല് കൊടുക്കുക. പിന്നെ ഇത് ഓണാക്കി ഓടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തായിരിക്കും നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക്കലി പോകുന്നത്. അപ്പോൾ കുറച്ച് ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഓഫാക്കി ഇട്ടാൽ മതി. ക്രൂസ് കൺട്രോൾ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. നമുക്ക് റൈറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും വണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ ഒരു അലേർട്ട് നമ്മുടെ മിററിൽ കാണാം. സ്റ്റിയറിംഗിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കൈയെടുത്തിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് ഒന്ന് ഞാൻ ലെഫ്റ്റിലോട്ട് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കാർ ഓട്ടോമാറ്റിക്കലി ലൈൻ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അഡാസൊക്കെ നൈസായിട്ട് ഈ ഒരു വണ്ടിയിൽ വർക്കായി വരുന്നുണ്ട്. നമ്മളത്ര റിയൽ വേൾഡ് കണ്ടീഷനിൽ അത്രയും യൂസ് ചെയ്യത്തില്ല. എന്നാലും ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നതാണ് നമ്മൾ അഡാസും കാര്യങ്ങളൊക്കെ. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വേണമെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് ഓഫാക്കി ഇടാം.
അപ്പോൾ ഓണായിരുന്നു. വണ്ടി നിർത്തുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് സ്റ്റോപ്പാവും. ആക്സിലേറ്റർ വെക്കുമ്പോൾ തന്നെ അത് ഓണാവും. ഇനി നമുക്ക് ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡ്രൈവ് മോഡ് ജസ്റ്റ് ഒന്ന് എക്കോയിലും കൂടെ ഇട്ട് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ക്ലസ്റ്റർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ത്രോട്ടൽ റെസ്പോൺസ് അത്യാവശ്യം കുറവായിരിക്കും. ഈ ഒരു ബാഡ് പാച്ചസ് ഒന്നും അത്ര നല്ല രീതിയിൽ ക്യാബിനിലുള്ള അടിയൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് പോകുന്നത്. സോഫ്റ്റ്വെയർ സസ്പെൻഷനാണ്. നമ്മളെ ക്രെറ്റ എൻലൈനൊക്കെയാണ് അത്യാവശ്യം സ്റ്റിഫായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നോർമൽ ക്രെറ്റയൊക്കെ അത്യാവശ്യം സോഫ്റ്റ്വെയർ സൈഡിലോട്ടാണ്. അതുകൊണ്ട് നമുക്ക് നല്ല അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൊക്കെ നല്ല അത്യാവശ്യം നമുക്ക് ക്യാബിനിലെ കംഫർട്ട് നോർമൽ ക്രെറ്റയ്ക്ക് നല്ലതാണ്. ഒരു 18 kmpയിലാണ് നമ്മുടെ CVT ക്രെറ്റയുടെ അറൈവ് മൈലേജ് ഒക്കെ വന്നേക്കുന്നത്. ഒരു 11 to 15 ഇടയിലൊക്കെ നമുക്ക് റിയൽ വേൾഡ് മൈലേജ് പ്രതീക്ഷിക്കാം. ഒരു 50 liters ഓഫ് ടാങ്ക് കപ്പാസിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഫുൾ ടാങ്കിൽ ഒരു 650 kilometer ഒക്കെ പിടിക്കാം. സോ ഈ ഒരു സെഗ്മെന്റിൽ അത്യാവശ്യം മൈലേജ് ഈ ഒരു ക്രെറ്റ തരുന്നുണ്ട്. നമ്മളിപ്പോൾ DCT വേരിയൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 1 to 2 kmpയിൽ കുറവായിരിക്കും. നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജ് ആണ്. അത്യാവശ്യം നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് വണ്ടി പോകുന്നത്. നമുക്ക് കാർ ഓടിക്കുന്ന ആ ഒരു വലിയൊരു എഫേർട്ടേ ശരിക്കും ഫീൽ ചെയ്യുന്നില്ല. നൈസായിട്ട് നമുക്ക് നല്ല സൈലൻ്റ് ആയിട്ട് ഈ ഒരു പെട്രോൾ വണ്ടി നമുക്ക് കൊണ്ടു നടക്കാം. ഒരു 5.3 meters ആണ് ഈ ഒരു വണ്ടിയുടെ ടേണിംഗ് റേഡിയസ് വന്നേക്കുന്നത്. കൺസിഡറിങ് ഇറ്റ് സൈസ് അത്യാവശ്യം നല്ലൊരു ടേണിംഗ് റേഡിയസ് ആണ്. നമുക്ക് സിറ്റീസിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇത് ടേൺ ചെയ്ത് നമുക്ക് എടുക്കാം. ആൻഡ് ഹ്യുണ്ടായുടെ സ്റ്റിയറിംഗ് റിട്ടേൺ ആൻഡ് ഓൾ ഈസ് റിയലി നൈസ്. ഇനി നമുക്ക് കുറച്ചൊന്ന് കാല് കൊടുത്ത് നമുക്ക് ഓടിച്ച് നോക്കാം. ഡ്രൈവ് മോഡ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പോർട്ടിലോട്ട് ആക്കിയിട്ടുണ്ട് ടു ഇംപ്രൂവ് ത്രോട്ടൽ റെസ്പോൺസ്. ആൻഡ് ലെറ്റ്സ് ഗോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ആക്സലറേഷൻ ഉണ്ട് കൺസിഡറിങ് ഇറ്റ്സ് CVT. ബോഡി റോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലും അത്യാവശ്യം പ്ലാന്റഡ് ആണ് വണ്ടി. അങ്ങനെ അങ്ങോട്ട് ചെയ്ത് പോയിട്ടില്ല. ആസ് വി സോ ഇൻ എക്സ്ട്രാ ആൻഡ് ഓൾ. ഫുൾ ആക്സിലേറ്റർ ഇപ്പോഴും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു മീഡിയം ഫുട്ടാണ് ഓൺ ദ ആക്സിലേറ്റർ. ഞാൻ അത്യാവശ്യം നല്ല ക്രിസ്പ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. സ്പോർട്ട് മോഡിൽ ഇട്ടിട്ട് തന്നെ അത്യാവശ്യം നല്ല ത്രോട്ടൽ റെസ്പോൺസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സും ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സെക്കൻഡിലാണുള്ളത്. തേർഡ് ആൻഡ് പാഡൽ ഷിഫ്റ്ററിൻ്റെ റെസ്പോൺസ് ഒക്കെ അത്യാവശ്യം നല്ല ക്രിസ്പാണ്. എൻ്റെ കാർസൊന്നും എനിക്ക് പാഡൽ ഷിഫ്റ്റേഴ്സിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടേ ഇല്ല. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത്യാവശ്യം ഒരു ക്വിക്ക് ഓവർടേക്ക് ചെയ്ത് നോക്കട്ടെ. ആൻഡ് യെസ്. ആൻഡ് ഇപ്പോൾ 6th ഗിയർ ജസ്റ്റ് ഒന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് മാനുവലി. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും നമ്മളെ നാച്ചുറലി ആസ്പിറേറ്റഡ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് അല്ല ഇത്. ആ ഒരു ഫൺ ടു ഡ്രൈവ് എലമെൻറ്റ് എനിക്ക് ശരിക്കും ഇതിൽ തോന്നുന്നുണ്ട്. DCTയും ഞാൻ ഓടിച്ചതാണ്. അതിൻ്റെ അത്ര അങ്ങോട്ട് പീക്ക് പവർ അല്ലെങ്കിലും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു ഫൺ ഫാക്ടർ ഈ ഒരു വണ്ടിക്ക് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്നും ജസ്റ്റ് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം. ഇതാണെങ്കിൽ നമ്മൾ കുറച്ച് അപ്രൈറ്റ് ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ അപ്പ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ ഇതിനെക്കാട്ടും കൺവീനിയൻ്റ് അല്ല. ഏറ്റവും കൺവീനിയൻറ്റ് പാഡൽ ഷിഫ്റ്റേഴ്സാണ് മാനുവലി യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇത് ജസ്റ്റ് ഒന്ന് കൈ കുറച്ച് ഇങ്ങോട്ടൊന്ന് വലിയണം. തൽക്കാലം ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഡീലോട്ട് ഇടാം. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ലോഞ്ച് ചെയ്ത് നോക്കാം. ട്രാക്ഷൻ കൺട്രോൾ ഞാൻ ഓഫിലിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി സ്പോർട്ട് മോഡലാണുള്ളത്. മാനുവൽ ഷിഫ്റ്റ്സ് ഞാൻ ചെയ്യുന്നില്ല. ഓട്ടോമാറ്റിക്കലി നമുക്ക് എങ്ങനെയാണ് ഇത് പോകുന്നത് നോക്കാം. വണ്ടിയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് വി ക്യാൻ ലോഞ്ച്. ഡീലിട്ടിട്ടുണ്ട്. ആൻഡ് ലെറ്റ്സ് ഗോ. അത്യാവശ്യം നല്ല രീതിയിൽ ആക്സിലറേഷൻ ഉണ്ട്. 0 to 100 വരുന്നത് അറൗണ്ട് ഒരു 14 secondsലാണ്. മാനുവൽ ഇതിനെക്കാട്ടും ഒരു 2 seconds ക്വിക്കർ ആയിരിക്കും. DCT ആണെങ്കിൽ ഒരു 5 seconds ക്വിക്കറാണ്. അണ്ടർ 10 seconds ഒക്കെയാണ്. എന്നാലും ആ 14 seconds ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല രീതിയിലുള്ള പുഷ് എനിക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നല്ലൊരു ഹയർ RPM ഒരു 6000 RPMത്തിലൊക്കെ നല്ല രീതിയിൽ പോയിട്ടാണ് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നത്. റബ്ബർ ബാൻഡ് എഫക്റ്റ് ആസ് യൂഷ്വൽ നമ്മുടെ CVT ഉണ്ട്. ബട്ട് നല്ല രീതിയിൽ നമുക്ക് ആ സൗണ്ട് അത്യാവശ്യം ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് ഓവറോൾ നമുക്ക് അങ്ങനെ ഭയങ്കര അഗ്രസീവ് ആയിട്ടൊന്നും നമുക്ക് ഉള്ളിലോട്ട് അങ്ങനെ കേൾക്കുന്നില്ല. 6000 RPM വരെ ഇങ്ങനെ ആ വണ്ടി ഇങ്ങനെ ഇരന്ന് പിന്നെയാണ് നമ്മൾ അങ്ങനെയാണ് വലിച്ചുകൊണ്ട് പോകുന്നത്. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു പുഷ് ഒരു ചെറിയൊരു പുഷ് അങ്ങനെ തന്നാണ് നമ്മൾ അങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഈ ഒരു വണ്ടിയുടെ ഡ്രൈവിംഗ് നേച്ചർ വരുന്നത് നമ്മൾ കാല് കൊടുക്കുമ്പോൾ. സോ അത്യാവശ്യം ക്വിക്ക് ഓവർടേക്സിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഈ ഒരു വണ്ടി ഓടിക്കാം. ആൻഡ് സേഫ്റ്റി സൈഡ് എടുക്കുകയാണെങ്കിൽ 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ABS, CSC, ഹിൽ ഹോൾഡ് അസിസ്റ്റൻ്റ് ഉള്ള എല്ലാ സേഫ്റ്റി പരിപാടികളും ഇലക്ട്രോണിക്സ് വൈസുള്ള എല്ലാ പരിപാടികളും ഉണ്ട്. ഇതിൻ്റെ ക്രാഷ് ടെസ്റ്റ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് റേറ്റിംഗ് ഒന്നും ഇതുവരെ ആയിട്ടില്ല ഈ ഒരു വണ്ടിയുടെ. ഈവൻ ആഫ്റ്റർ
ഇത്രയും ഇയേഴ്സ് ഓഫ് ഇറ്റ്സ് ലോഞ്ച്. ഇതിൻ്റെ സർവീസ് കോസ്റ്റ് ഒക്കെ നമ്മൾ റിവൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പൊടിക്കിട്ട് ഇത് ഹയർ സൈഡ് ആയിരിക്കും. ഇത്തിരി ഉണ്ടാവുള്ളൂ. ഓവർ ദ 5 years ഒരു 25K ഒക്കെ വരാം. 3 years 1 lakh kilometer ആണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വാറണ്ടി വന്നേക്കുന്നത്. അപ് ടു 7 years നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സ് ആൻഡ് സ്പേസ് ഉള്ള ഒരു വണ്ടി ഒരു ഫാമിലിക്ക് വേണമെങ്കിൽ ക്രെറ്റ ഈസ് ഡെഫിനറ്റ്ലി ദ ബെസ്റ്റ് ചോയ്സ് ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ പറയാം. സിറ്റീസിലും നമുക്ക് ക്രോൾ ട്രാഫിക്കിലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വലിയ എഫേർട്ടൊന്നും നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇടാൻ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകാം. പിന്നെ പെർഫോമൻസിന്റെ കാര്യം എടുത്താൽ നമുക്ക് നല്ല രീതിയിൽ നാച്ചുറലി ആസ്പിറേറ്റഡ് പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ മാനുവൽ എടുക്കാം. അല്ലെങ്കിൽ മറ്റേ കുറച്ചൊരു 2 സെക്കൻഡ് കോംപ്രമൈസും പിന്നെ ഈ റബ്ബർ ബാൻഡ് എഫക്റ്റും അത്ര പ്രശ്നമില്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ CVT എടുക്കാം. എനിക്കും ഇപ്പോഴും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത് നമ്മുടെ വയർലെസ് കണക്ടിവിറ്റി ഇഷ്യൂ ആണ്. അതിപ്പോഴും വയർഡാണ്. അത് പിന്നെ അത് കോപ്പപ്പ് ചെയ്ത് വെച്ചാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഒരു വയർലെസ് ഡോങ്കിളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി ഒക്കെ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഇൻസുലേറ്റഡുമാണ് ക്യാബിനറ്റ്. ഹയർ RPMs നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തു നിന്നും ഫുട് പെഡൽസിലൊന്നും നമുക്ക് വൈബ്രേഷൻ ഒന്നും എനിക്ക് തോന്നിയതേ ഇല്ല. സോ ക്രെറ്റ എടുത്തിട്ടുള്ള ഓണേഴ്സ് ഉണ്ടെങ്കിൽ ഡു ഷെയർ യുവർ എക്സ്പീരിയൻസ് അബൌട്ട് യുവർ കാർ. നിങ്ങൾ ഏത് വേരിയൻ്റാണ് എടുത്തത്, നിങ്ങളിപ്പോൾ IVT എടുത്ത ആൾക്കാരുണ്ടെങ്കിൽ ഡു ഷെയർ യുവർ എക്സ്പീരിയൻസ്. എങ്ങനെയാണ് ഈ ഒരു വണ്ടിയുടെ റിയൽ വേൾഡ് പെർഫോമൻസ് എന്നൊക്കെ ഉള്ളത്. റിലയബിലിറ്റി ഫാക്ടറും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. ഈ ഒരു വണ്ടി എടുത്തേക്കുന്നത് നമ്മളെ തിരുവനന്തപുരം ചാക്കയിലുള്ള NBT ഹ്യുണ്ടായി എന്നാണ്. നമ്മൾ ബാക്കിയുള്ള ഹ്യുണ്ടായി കാർസൊക്കെ എടുത്ത അതേ ഷോറൂം. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ബുക്കിങ്ങിനായാലും ബാക്കി ഏത് ഹ്യുണ്ടായി വണ്ടിയുടെ ബുക്കിങ്ങിനായാലും ഞാൻ നമ്പേഴ്സ് ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഇവിടെ ഏറ്റവും കൊടുക്കാം. ആൻഡ് യു ക്യാൻ കോൺടാക്ട് ദം. ഞാനിതിപ്പോൾ എൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ ഞാൻ വൈഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഈ ഒരു ഫീൽഡ് ഓഫ് വ്യൂ വേണോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ യൂസ് ചെയ്ത ആ ഒരു സൂപ്പർ വൈഡ് ആംഗിൾ തന്നെ മതിയോ എന്ന് ജസ്റ്റ് ഒന്ന് പറയുക. ആസ് എ വ്യൂവർ എങ്ങനെയാണ് ഈ ഒരു ആംഗിളിൻ്റെ എക്സ്പീരിയൻസ് എന്ന്. അതിനനുസരിച്ച് എനിക്ക് ബാക്കിയുള്ള വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഇനി വരാൻ പോകുന്ന വീഡിയോയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഈ ഡ്രൈവർ സൈഡ് എക്സ്പ്ലനേഷൻസ് ചെയ്യുമ്പോൾ ഈ ഒരു ആംഗിളാണ് ഇട്ടത്, കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഡ്രൈവ് ചെയ്യുമ്പോഴും ഈ ഒരു ആംഗിൾ വേണമെന്ന്. ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നൈസാണ്. നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്നതിനനുസരിച്ച് തന്നെ അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ബാക്കിയുള്ള ഹ്യുണ്ടായി കാർസിലൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണിത്. ബട്ട് ഇറ്റ് റിയലി ഹെൽപ്സ്. ഈ സെൻസേഴ്സും പരിപാടികളും എല്ലാം ആയിട്ട് 360 ക്യാമറയുണ്ട്. സോ ബൈ ബൈ.